അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, തറാവീഹ് നമസ്കാരം ജമാഅത്തായി തന്നെ നിർവഹിക്കൽ അനിവാര്യമാണോ? ജമാഅത്തായി നിർവഹിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? ഏതാണ് ഉത്തമം? നാം മനസ്സിലാക്കേണ്ടത്, രാത്രി നമസ്കാരം, റമദാനിലെ രാത്രി നമസ്കാരം, നമ്മൾ പൊതുവെ തറാവീഹ് നമസ്കാരം എന്ന് വിളിക്കപ്പെടുന്ന രാത്രി നമസ്കാരം, ജമാഅത്ത് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ജമാഅത്തിൽ കൂടുതലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ മൻ ഖാമ മഅൽ ഇമാമി, ഇമാമിനോടൊപ്പം ഒരാൾ നമസ്കരിച്ചാൽ ഹത്താ യൻസരിഫ, ഇമാമ് നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ, പരിപൂർണമായും ഇമാമിനോടൊപ്പം രാത്രി നമസ്കരിച്ചാൽ കതബല്ലാഹു ലഹു ഖിയാമ ലൈല, രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലമുണ്ട്. അപ്പോൾ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം നേടാൻ കഴിയുന്ന ഒരു ഏറ്റവും വലിയ എളുപ്പമാർഗ്ഗമാണ് ജമാഅത്തായി തറാവീഹ് അല്ലെങ്കിൽ രാത്രി നമസ്കാരം, റമദാനിൻ്റെ രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നത്. നമ്മൾ മനസ്സിലാക്കണം ഇത്. ഇനി ഒറ്റക്ക് നമസ്കരിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 രാത്രികളിൽ മാത്രമാണ് ജമാഅത്തായി നിർവഹിച്ചിട്ടുള്ളത്, ബാക്കിയൊക്കെ ഒറ്റക്കായിരുന്നു. ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി പള്ളിയിൽ നമസ്കരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഫസ്വല്ല ബിസ്വലാത്തിഹി നാസ്, ജനങ്ങളും പ്രവാചകന്റെ കൂടെ നമസ്കരിക്കുന്നു. സുമസ്വല്ല മിനൽ ഖാബില, രണ്ടാമത്തെ ദിവസവും ഇതുപോലെ ആവർത്തിക്കുന്നു. അങ്ങനെ പള്ളി നിറച്ച ആളായി. ഇപ്രകാരം 3-4 ദിവസം പ്രവാചകൻ നമസ്കരിച്ചു. പള്ളി നിറച്ച ആളായപ്പോൾ റസൂൽ നിസ്കരിക്കാൻ വേണ്ടി വന്നില്ല. ആ സമയത്ത് പ്രവാചകൻ സുബഹിയുടെ തൊട്ടു മുമ്പ് പള്ളിയിലെത്തി. സ്വഹാബികളൊക്കെ നമസ്കാരത്തിന് കാത്തിരിക്കുകയാണ്. അവരെ വിളിച്ച് പ്രവാചകൻ പറഞ്ഞു, ഇനി ഖശീതു അൻ തുഫ്റള അലൈക്കും വദാലിക ഫി റമദാൻ, റമദാൻ മാസത്തിൽ ഈ നമസ്കാരം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കും എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ജമാഅത്തായി നിസ്കരിക്കാൻ വരാതിരുന്നത്. അപ്പോൾ ജമാഅത്തായി നമസ്കരിക്കാൻ വരാതിരിക്കാനുള്ള കാരണം, നിങ്ങൾക്കിപ്പോൾ 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്, അതോടൊപ്പം ഈ രാത്രി നമസ്കാരം കൂടി ഫർലാക്കപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ് എന്നാണ്. അപ്പോൾ രാത്രി നമസ്കാരം ഫർളല്ല, സുന്നത്താണ്, മുസ്തഹബായ മുഅക്കദായ സുന്നത്താണ്. അത് ഒറ്റക്ക് നമസ്കരിക്കാം, ജമാഅത്തായി നിർവഹിക്കാം. പ്രവാചകനിൽ 2നും മാതൃകയുണ്ട്. ഏതാണ് ഉത്തമമെന്ന് ചോദിച്ചാൽ, ജമാഅത്തായി ഒരു നാട്ടിൽ നമസ്കാരമുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന പക്ഷം രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച പ്രതിഫലം കിട്ടുമെന്ന ഹദീസിലുള്ളപ്പോൾ നമ്മൾ ജമാഅത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകം പ്രാധാന്യം കാണിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.